സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് കാർഡ് കൂടി വരികയാണ്. സംസ്ഥാനത്ത് പ്രോപ്പർട്ടി കാർഡ്, അതുപോലെ നേറ്റിവിറ്റി കാർഡ്, ഇതിന് പുറമെയാണ് ഇപ്പോൾ വീടുകൾക്ക് കൂടി പുതിയ കാർഡ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തെ തുടർന്നാണ് നടപടി. ഇതോടെ വീടുകൾക്ക് ഉൾപ്പെടെ പുതിയ നമ്പർ ലഭിക്കും. ഇതിനു മുമ്പ് നടന്ന വാർഡ് വിഭജന സമയത്തും പ്രസ്തുത കെട്ടിടങ്ങൾക്ക് ഉണ്ടായിരുന്ന നമ്പറും കാർഡിൽ രേഖപ്പെടുത്തും. അതിനാൽ നിലവിലുള്ള രേഖകളിൽ വീട്ടു നമ്പർ തിരുത്തേണ്ടി വരില്ല എന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ സന്തോഷ് ബാബു അറിയിച്ചു. കെ സ്മാർട്ട് വഴിയാണ് കെട്ടിട നമ്പർ പുനഃക്രമീകരിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം വാർഡ് നമ്പറും രണ്ടാമത് കെട്ടിട നമ്പറും സൂചിപ്പിക്കുന്ന നിലയിലായിരിക്കും ക്രമീകരണം. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി കെട്ടിട നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനും സൗകര്യമുണ്ട്. കെ സ്മാർട്ടിൽ പഴയ കെട്ടിട നമ്പർ നൽകിയാൽ പുതിയ നമ്പർ ഏതെന്ന് അറിയാനാകും. ബിൽഡിംഗ് കാർഡിൽ കെട്ടിട നമ്പറിന് പുറമെ പെർമിറ്റ്, പിന്നീട് നടത്തിയ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്താകെ 1.5 കോടി കെട്ടിടങ്ങളാണ് ഉള്ളത്. കെട്ടിട നമ്പർ ഇടയ്ക്കിടെ മാറുന്നത് ഒഴിവാക്കാൻ ഡിജിപിൻ നടപ്പിലാക്കുന്നത് പരിഗണനയിലാണ്. ഇതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുമെന്നും സന്തോഷ് ബാബു പറഞ്ഞു.